ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവരെല്ലാം വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അഞ്ചാമത്തെ ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. ആറാമത്തേത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം എന്താണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുകളിൽ തന്നേക്കുന്ന എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ തെറ്റേതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. 10ാമത്തെ ചോദ്യം മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏത് എന്നാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസുകളൊന്നും ശരിയല്ല എന്നതാണ് ഇവിടുത്തെ ആൻസർ. 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 11ാമത്തെ ചോദ്യം ജോഗ്രഫിയാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 12ാമത്തേത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 13 ഓപ്ഷൻ സി ആണ്. 14 ഓപ്ഷൻ സി. 15 ആൻസർ ഓപ്ഷൻ എ ആണ്. 16ാമത്തേത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘടാവോ ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ ഡി ആണ് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 17ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തേത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 19ാമത്തേത് ഓപ്ഷൻ എ ആണ്. 20ാമത്തെ ചോദ്യം ദേശീയ വരുമാനം ഏതാണ് എന്നാണ്. ഉത്തരം സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 21ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത 22ാമത്തേത് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി തന്നെയാണ്. അടുത്ത 23ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത 24ാമത്തേത് ഓപ്ഷൻ എ ആണ്. മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. 25ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉമാണ് കറക്റ്റായിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 27ാമത്തെ ചോദ്യം ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 28 ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി 42ാം ഭേദഗതിയാണ്. ചോദ്യം 29 ഉത്തരം ഓപ്ഷൻ എ ആണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 30ാമത്തെ ചോദ്യം ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്. 31 ഓപ്ഷൻ ഡി ആണ്. 32 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിൽ നേടിത്തുന്നത് PJ ആൻ്റണിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ. ഉത്തരം സി നിർമാല്യം. 33 ഓപ്ഷൻ എ ആണ് ആൻസർ. 34 ഓപ്ഷൻ ബി. 35 ഓപ്ഷൻ ഡി. 36 ഓപ്ഷൻ എ. 37 ഓപ്ഷൻ സി. 38 ഓപ്ഷൻ സി ആണ്. ലിബ്രോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 39 ഓപ്ഷൻ ഡി ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി കബഡി. 40ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 41 ഓപ്ഷൻ എ ആണ് ആൻസർ. 42 ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. 43 ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി സൈബർ ബുള്ളിംഗ് എന്നതാണ് ഇവിടുത്തെ ആൻസർ. 44ാമത്തെ ചോദ്യം ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം എന്നുള്ളതാണ്. ഇതിവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ാമത്തേതും
രണ്ടാമത്തേതുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത 45-ാമത്തെ ക്വസ്റ്റ്യൻ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതെന്നാണ്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, നോക്കിയിട്ട് പിന്നെ പറയാം. അടുത്ത 46-ാമത്തെ ചോദ്യം, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 47-ാമത്തെ ചോദ്യം ആഗോളതാപന സാധ്യത സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 4, 5 എന്നിവയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത 48-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 49 ഓപ്ഷൻ ഡി ആണ്. 50-ാമത്തെ ചോദ്യം ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ്. അവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 5 എന്നിവയാണ് ശരി. 51-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 52 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 53-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 54 ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ. 55 ശരി ഉത്തരം ഓപ്ഷൻ ബി. 56 ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി. 57-ാമത്തെ ചോദ്യം ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 58 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. 59 ഓപ്ഷൻ സി. 60 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 61 ഓപ്ഷൻ ഡി. 62 ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 63 ഓപ്ഷൻ സി ആണ് ആൻസർ. 64 ഓപ്ഷൻ സി 17 ആണ് ആൻസർ. 65-ാമത്തെ ചോദ്യം കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 66-ാമത്തെ ചോദ്യം കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത് എന്നാണ്. ഇവിടെ കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 67 ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1/3 ആണ് ആൻസർ. 68-ാമത്തേത് ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്താനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 69-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. 70 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ